ഹായ് ഫ്രണ്ട്സ്, ലാലീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അതായത് സാരി ഉടുക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അതിൻ്റെ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചെറുപ്പക്കാർക്ക് പലർക്കും അറിയില്ല സാരി, ചെറുപ്പക്കാരെന്നല്ല സീനിയറായിട്ടുള്ളവർക്കും പലർക്കും സാരി കറക്റ്റായിട്ട് ഉടുക്കാനുള്ള അതിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉടുക്കാനുള്ള അറിയില്ല. അതിനെക്കുറിച്ചുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, ആദ്യം നമുക്ക് സ്കേർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ സ്കേർട്ട് സാധാരണ നമ്മൾ ആൾക്കാർ കൊടുക്കുന്നത് ഒന്നി ഈ സൈഡിൽ വെച്ച് കെട്ടും, റൈറ്റ് സൈഡിൽ, ഇല്ല എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ച് കെട്ടാറുണ്ട്. പക്ഷെ ഇങ്ങനെ കെട്ടിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് അകവും പുറവും കാണുന്ന സാരി നമ്മൾ ഉടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് ചിലപ്പോൾ കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ നമ്മൾ സ്കേർട്ട് ഉടുക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ച് കെട്ടിയാലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്ലീറ്റ്സുകൾ വരുമ്പോൾ ഇത് ഈ ഹോൾസ് ഒന്നും കാണത്തില്ല, അത് കവർ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സ്കേർട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടാമത്. ഈ സ്കേർട്ടിന് പലർക്കും ചിലപ്പം നമ്മുടെ വീട്ടിലുള്ള സ്കേർട്ടുകൾ ചിലപ്പോൾ ഇറക്കം കുറവായിരിക്കാം, അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാരികൾക്ക് എപ്പോഴും സാരി ഫോൾ സെറ്റ് ചെയ്യണം. ഇതേപോലെ സാരിയുടെ അടിഭാഗത്ത് സാരി ഫോൾ ഫിറ്റ് ചെയ്യുക. ഈ സാരി ഫോൾ ഫിറ്റ് ചെയ്തടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സ്കേർട്ടിന് ഇറക്കം കുറവാണെങ്കിലും നമുക്ക് അടിഭാഗം കാണത്തില്ല, നല്ലതായി. രണ്ടാമത് ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണമുള്ളവർ, ഇപ്പോൾ ഈ ഭാഗം കൊണ്ട് നമുക്ക് ഒരുപാട് വണ്ണം തോന്നിക്കുന്നവർ, നമ്മൾ ഇങ്ങനെ ഫോൾ ഇല്ലാതെ നമ്മൾ ആ സാരി ഉടുത്തു കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കുമ്പിച്ച് ഒരു വിട്ടില്ലാതെ നിൽക്കും, ഇങ്ങനെ വല്ലാതെ ഇവിടെ അങ്ങ് വീർത്തു വരിക്കും, താഴെ ചെന്നിട്ട്. അപ്പോൾ ഈ ഷിഫോൺ സൈസിലുള്ള സാരി ഉടുക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ടും സാരിക്ക് സാരി ഫോൾ ഫിറ്റ് ചെയ്യണം. നമ്മൾ ചില സാരികൾക്ക് നീളം കുറവായിരിക്കും. നീളം കുറഞ്ഞ സാരികൾ വരുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ചില വിത്ത് ബ്ലൗസും കാണും, പക്ഷെ അത് കട്ട് ചെയ്യാതെ നമ്മൾ അതിനെ ചെയ്യേണ്ടത്, അത് ചിലപ്പോൾ വിത്ത് ബ്ലൗസ് തന്നെ നമുക്ക് തയ്ച്ചേ പറ്റൂ എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് ബോർഡർ മാത്രം കൈക്ക് വെക്കാൻ തക്കവണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. അത് തന്നെ ശേഷം ആ ഭാഗത്ത് നമ്മൾ വേറൊരു പീസസ് സാരിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പീസ് മേൽഭാഗത്ത്, താഴ്വശത്ത് നിന്ന് കട്ട് ചെയ്യരുത്, മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് വേറെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് വെക്കുമ്പോൾ ഇത് അറിയത്തില്ല. അങ്ങനെ വേണം ചെയ്യാൻ. വിത്ത് ബ്ലൗസ് മസ്റ്റായിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാം. മേളത്തെ ബോർഡർ മാത്രം കട്ട് ചെയ്തിട്ട് അവിടെ വേറെ പീസ് വെക്കാൻ ശ്രദ്ധിക്കുക. വണ്ണം ഉള്ളവർക്ക് ചിലപ്പോൾ ഈ സാരിക്ക് നീളം കിട്ടത്തില്ല എങ്കിൽ അതിൻ്റെ എൻഡിൽ ഈ സെയിം കളർ തന്നെ ഒരു പീസും കൂടി ഇവിടെ വെച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് വെക്കേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഫുള്ളായിട്ട് വെക്കണം, അപ്പം നമ്മൾ ഓർക്കും, നമ്മൾ വിചാരിക്കും അപ്പോൾ എന്നാൽ നമുക്കൊരു 1 മീറ്ററോളം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്ലീറ്റ്സ് കിട്ടുമല്ലോ എന്ന്. പക്ഷേ അത് അങ്ങനെ ചെയ്തുകൂടാ. മാക്സിമം നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഇരിക്കത്തക്ക വീതിയിൽ മാത്രമേ എക്സ്ട്രാ തുണി വെക്കാൻ പാടുള്ളൂ. കാരണം അത് അര മീറ്റർ തുണി മാത്രമേ നമുക്ക് എക്സ്ട്രാ വെക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ചുറ്റി ബാക്കിലേക്ക് വരുമ്പം ആ പീസ് അര മീറ്റർ കൂടുതലാകുമ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ ആ ബാക്ക് സൈഡ് താഴ്വശം കാണും. അപ്പോൾ ഒരിക്കലും നമ്മൾ അര മീറ്ററിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പീസ് വെക്കാൻ പാടില്ല. ചിലർക്ക് ഈ സാരിക്ക് ചിലപ്പം വീതി കറക്റ്റ് കിട്ടത്തില്ല. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇവിടെ കഷ്ടിച്ച് ചിലപ്പം ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ മാത്രമേ കാണത്തുള്ളൂ, ചിലപ്പോൾ കഷ്ടിച്ച് കാണത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എൻഡിൽ ഇവിടെ ഇതുപോലെ ഞാൻ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കും. കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അഥവാ ഒന്ന് ചവിട്ടിയാൽ തന്നെ പോകില്ല, നമുക്ക് എന്നിട്ട് വേണം സ്കേർട്ടിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വീതി കുറവാണെങ്കിൽ നമ്മൾ ഇവിടെ സ്വല്പമേ അകത്തോട്ട് കയറ്റി വെക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സെഫ്റ്റി പിൻ കുത്തി കൊടുക്കുക. ചുറ്റിനും ഇതേപോലെ ഈ ബാക്ക് സൈഡിലും ഇങ്ങനെ സെഫ്റ്റി പിൻ കുത്തി കൊടുക്കുക. നമ്മൾ ഈ സ്കേർട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലരെ ഈ ഒരിക്കലും പുക്കിളിന് മുകളിൽ വെച്ച് സ്കേർട്ട് ടൈറ്റ് ചെയ്യരുത്. എപ്പോഴും പുക്കിളിന് താഴെ വെച്ച് വേണം സ്കേർട്ട് ടൈറ്റ് ചെയ്യാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചിലർക്കൊക്കെ ഈ വയറ് ചാടിയിരിക്കും. അപ്പോൾ അതൊന്ന് ഒതുങ്ങാൻ വേണ്ടി എപ്പോഴും പുക്കിളിന് തൊട്ട് താഴെ വേണം സ്കേർട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഈ പുക്കിളിന് മുകളിൽ വെച്ച് സ്കേർട്ട് ഉടുക്കരുത്. ഇനി ഞാൻ ഉടുത്ത് നോക്കിക്കോണം. നമ്മളിങ്ങനെ കെട്ടിട്ട ഭാഗം ടൈറ്റ് ചെയ്തു, ഉടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ കറങ്ങി ഇതുപോലെ
നല്ലതുപോലെ കയറ്റി വെക്കണം. ഓക്കെ, ഇതുപോലെ ടൈറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഇതേപോലെ നമ്മളിങ്ങനെ നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവയ്ക്കണം. ഫ്രണ്ടിൽ വന്നല്ലോ. വന്നതിന് ശേഷം ഇനി പ്ലീറ്റ്സ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പ്ലീറ്റ്സ് സാധാരണ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ മാക്സിമം ആൾക്കാർ ഈ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. എന്നാൽ അങ്ങനെ എടുക്കുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് വേസ്റ്റ് വരും. അത് നമ്മൾ ഈ പുറവശത്ത് നമ്മൾ തിരികെ വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ബോറാണ്. അങ്ങനെ ചില സാരികൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കൂടെ ചുളുങ്ങിയിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഈ സൈഡിൽ നിന്ന് വേണം പ്ലീറ്റ്സ് എടുക്കാൻ. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റിലത്തെ പ്ലീറ്റ്സ് മാക്സിമം വീതിയിലെടുക്കുക. ഇതേപോലെ മാക്സിമം അങ്ങനെ വെച്ചാലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ വിടർന്നു വന്നാലും ആ താഴത്തെ പ്ലീറ്റ്സ് പോകത്തില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ പ്ലീറ്റ്സ് നല്ല വീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ചെറിയ പ്ലീറ്റ്സ് ഇതേപോലെ വീതിയിൽ ഏറ്റവും ലാസ്റ്റിലത്തെ പ്ലീറ്റ്സ് നല്ല വീതിയിലെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഇതിപ്പോൾ ഈ ബാലൻസ് ഒട്ടും ഇവിടെ വരുന്നില്ല. നമ്മളിത് കയറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഇവിടെ വേസ്റ്റ് ഇങ്ങനെ ഒരുപാട് വെക്കേണ്ടി വരത്തില്ല. അപ്പോൾ അത് പ്രത്യേകം. അതുപോലെ ആ ലാസ്റ്റ് പ്ലീറ്റ്സ് ഏറ്റവും വീതിയിലിട്ടാൽ ഇതൊരിക്കലും നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും നമുക്കതിങ്ങനെ വിടർന്ന് പോകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ മുന്താണിയുടെ കാര്യം പറയുകയാണ്. മുന്താണി ചില സിംഗിൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ചിലരങ്ങ് നീളത്തിലിടും. നമ്മൾ സിംഗിൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ എപ്പോഴും ഇറക്കം കുറവേ ഇടാൻ പാടുള്ളൂ. കാരണം ഇറക്കം കുറവിടുമ്പോൾ താഴ്വശം അങ്ങേയറ്റം, കാരണം ഈ സൈഡ് കുറവായിരിക്കണം, താഴ്വശം നമ്മുടെ താഴെ നമ്മുടെ എൻ്റെ പാദത്തിൻ്റെ അവിടെ നിൽക്കത്തക്ക ഹൈറ്റിലേ നമ്മളത് പിൻകുത്താൻ പാടുള്ളൂ. അപ്പോൾ കുറവ് വേണം ഇടാൻ, എങ്കിലേ അത് വെച്ചാലോ ഭംഗി വരുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.